ഏതാണ്ട് 44 വർഷം മുമ്പ് ഭാഗ്യസ്മരണാർഹനായ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ മുമ്പിൽ കേരളത്തിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ 2 മക്കളും ഭിന്നശേഷിയുള്ളവരാണ്, അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണം, കാരണം ഒരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങളോട് ചേർന്ന് അവരുടെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ പരിരക്ഷിക്കുന്നതിന് സാധിക്കുന്നില്ല. അദ്ദേഹം അലക്സാണ്ടർ മാർത്തോമയുടെ മുമ്പിൽ വികാരഭരിതനായി നിറകണ്ണുകളോടെ പറഞ്ഞ ആ കണ്ണുനീരിനോടുള്ള സഭയുടെ ദൈവികമായ റെസ്പോൺസാണ് 44 വർഷം പിന്നിടുമ്പോൾ നമ്മളെത്തി നിൽക്കുന്ന MCRDയുടെ ആരംഭം. സഭ എപ്പോഴും ലോകത്തിൻ്റെ കരച്ചിലുകൾ കേൾക്കാൻ എപ്പോഴും കാതോർത്തിരിക്കണം എന്ന് ദൈവം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളോടും വേദനകളോടും കരച്ചിലോടുമുള്ള നിരന്തരമായ ശ്രദ്ധയാണ് സഭയുടെ എല്ലാ പദ്ധതികളും പ്രോജക്റ്റുകളും പ്രധാനമായും. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട സഭയുടെ സ്ഥാപനങ്ങളിലൊന്നാണ് MCRD. അതതിൻ്റെ നിയോഗ വഴിയിൽ 44 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇതിൽ MCRDയോട് ചേർന്ന് കഴിഞ്ഞ നാളുകളിലെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നത് മാരാമൺ ദേശത്തുള്ള എല്ലാ ഇടവകളും, വിശേഷിച്ച് മാരാമൺ സെൻറ്റർ യുവജന സഖ്യവുമാണ്. സെൻറ്റർ യുവജന സഖ്യത്തെ MCRDയുടെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഞാൻ മുക്തകണ്ഠമായിട്ട് പ്രശംസിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. അവിടെ നിങ്ങൾക്ക് എന്നെ കാണാമായിരിക്കാം. പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ശക്തിയോടെ കൈയടിക്കണം, അല്ലാതെ ഇങ്ങനെ ഒരു മൂലയ്ക്കിരുന്ന് കൈയടിച്ചാൽ പോരാ. അങ്ങനെ കൈയടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അടുത്ത വർഷവും അവർ സന്തോഷത്തോടു കൂടെ വരണം. അപ്പോൾ അവർക്കൊരു പ്രചോദനമായി അത് തീരും. ക്രിസ്മസിൽ സംഭവിക്കുന്നത് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായതിലൂടെ മനുഷ്യ ശരീരത്തിന് സവിശേഷമായ ഒരു വിശുദ്ധി കൈവരിച്ചിരിക്കുകയാണ്. അവർ ബോഡി ഈസ് സീക്രട്ട്. നമ്മുടെ ശരീരം വിശുദ്ധമാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ലോർഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്, ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ഈ കാലത്ത് അല്ല ഏത് കാലത്തും നമ്മൾ ഏറ്റവും അധികം മിസ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയാണ്. വി ആർ ടെറിബിളി പൊള്യൂട്ടിങ് അവർ ബോഡി. ഈ കാലഘട്ടത്തിലും നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് പ്രധാനമായും നമുക്കെല്ലാവരോടും പരസ്പരം പറയാനായിട്ടുള്ളത് കീപ് യുവർ ബോഡി ഇൻ പ്യൂരിറ്റി ആൻഡ് ഹോളിനെസ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ സ്നേഹിതരോടും ദൈവം വസിക്കുന്ന മന്ദിരമെന്നുള്ള നിലയിൽ ഒരു കത്തോലിക്കാ സഭയുടെ വാക്കുപയോഗിച്ചാൽ സക്രാരി എന്ന് പറയും. പള്ളിയിൽ ചെന്നാൽ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര സൂക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സക്രാരി. അതുകൊണ്ട് എപ്പോഴും അടുത്ത് നിൽക്കുന്നയാൾ ദൈവം വസിക്കുന്ന ഒരു വിശുദ്ധ ടെമ്പിളാണ്, പള്ളിയാണ് എന്ന് മനസ്സിലാക്കി അവരൻ്റെ ശരീരത്തെ ബഹുമാനിക്കാൻ സാധിക്കണം. ആ ചിന്ത എപ്പോൾ നമ്മൾ അവസാനിക്കുന്നുവോ അപ്പോൾ അടുത്ത് നിൽക്കുന്നയാൾ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സ്വാർത്ഥത, എൻ്റെ അഭിലാഷങ്ങൾ സാധിക്കാനുള്ള ഒരു 10-70 കിലോഗ്രാം ഭാരമുള്ള ഒരു മാംസപിണ്ഡമാണ്, ഒരു വസ്തുവാണ്. അതിനെ ഞാൻ ഉപയോഗിക്കും, എൻ്റെ പ്ലഷറിന് വേണ്ടി
എൻ്റെ ഇംഗിതത്തിന് വേണ്ടി എന്ന് ഉള്ള ചിന്തയാണ് വരുന്നത്. സോ ദി അതർ ഈസ് നോട്ട് അനദർ പീസ് ഓഫ് ഫ്ലഷ് to use, but it is a sacred mystery to be wondered at, to respect. കേരളത്തിൽ ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം ഓരോരുത്തരും അടുത്തയാളിനെ വിശുദ്ധമായ ഈശ്വരൻ വസിക്കുന്ന മന്ദിരമാണെന്ന് കണ്ട് ബഹുമാനത്തോടുകൂടെ കാണുക എന്നുള്ളതാണ് 2025 ക്രിസ്മസിൽ നമുക്ക് പറയാനുള്ള പരമപ്രധാനമായ കാര്യം. ഈ അത്യന്തം അപകടകരമായ ഈ കാലത്ത് ഈ ഒരു ചിന്ത നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് ഈ മനുഷ്യ ശരീരത്തിന് അത്തരത്തിലുള്ള ഒരു വിശുദ്ധി പകർന്ന് നമ്മുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നതിന് സാധിക്കണം. അതാണ് ഭക്തി, അതാണ് വിശുദ്ധി, അതാണ് ആത്മീയത. അതും മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്കത് പലപ്പോഴും സാധിക്കാതെ വരുന്നതിൻ്റെ ദുരന്തങ്ങളാണ് അത്യന്തം ഹീനവും പാപകരമായ ഈ കാലത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ആ രീതിയിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. സോ റെസ്പെക്ട് ദ ബോഡി ഓഫ് ദി അതർ, because the other's body is a sacred space. അത് ബഹുമാനത്തോടുകൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അത്തരത്തിൽ നമുക്ക് ഈ നാളുകളിൽ നമ്മളുടെ വ്യക്തി ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ ഒക്കെ കുറച്ചുകൂടി വിമലീകരിക്കാൻ, പവിത്രമായി സൂക്ഷിക്കുന്നതിന് ഇടയാകണം എന്ന് ആണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ട് ഉള്ളത്. ഇന്ന് മാത്രമല്ല, ദൈവം ചെറുതായപ്പോഴാണ് മനുഷ്യൻ വലുതാകാനിടയാകുന്നത്. ഈ അണ്ടഘടകങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഒരു മനുഷ്യവേഷം എടുത്ത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി തീർന്നു എന്ന് പറഞ്ഞാൽ ഗോഡ് ഡിസൈഡഡ് ടു ബിക്കം സ്മോൾ. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു വലിയ അപകടകരമായ സ്വാർത്ഥ ചിന്ത എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വലുതാകണമെന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണെങ്കിലും ഏത് മാർഗം ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് മറ്റവനേക്കാൾ വലുതാകണം. യേശു നമുക്ക് കാണിച്ചു തന്നത് ദൈവം മനുഷ്യനായി ചെറുതായി. താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്തത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അത്രമാത്രം സഹോദരൻ്റെ പാദത്തോളം കുനിഞ്ഞ് അവൻ്റെ കാലിലെ പൊടിയിലാണ് എൻ്റെ രക്ഷ എന്ന് നമ്മളെ കാണിച്ചു തന്നതാണ്. ഇത് നമ്മൾ എടുക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ക്രിസ്മസ് വലിയ വെല്ലുവിളികളാണ് നമ്മളുടെ മുമ്പിൽ ഉയർത്തുന്നത്. അത് വെറും ആഘോഷങ്ങളോ ആർഭാടങ്ങളോ മാത്രമല്ല. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആഘോഷങ്ങൾ ആവശ്യമാണ്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ആഘോഷങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിന് സജീവത നൽകുന്നതാണ്. അതൊക്കെ വളരെ പ്രധാനമാണ്. ബട്ട് വാട്ട് ഈസ് ദി എസെൻസ് ഓഫ് ഓൾ ദീസ് തിങ്സ്, ഇത് ഒരു വലിയ ചലഞ്ചാണ്. എന്ന് മാത്രമല്ല, ദിസ് ഈസ് എ സബേഴ്സീവ് ആക്ട് ഓഫ് ഗോഡ്. ഒരു തലതിരിച്ചിലിൻ്റെ, തകിടം മറിച്ചിലിൻ്റെ വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ദൈവമല്ലാതെ ഒരു രീതിയിൽ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് മനുഷ്യനായതിലൂടെ ദാറ്റ് ഈസ് ദ ഫോൾ ഓഫ് ഗോഡ് ടു റെഡീം ദ ഫോളൻ ഹ്യൂമൻ ബീയിങ്. ദൈവത്തിൻ്റെ ഒരു വീഴ്ചയാണ് ഒരു പോസിറ്റീവ് അർത്ഥത്തിൽ. എന്തിനാണെന്ന് ചോദിച്ചാൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ അതുകൊണ്ട് ഇതൊരു വലിയ സബേഴ്സീവ്, ഒരു തകിടം മറിച്ചിലിൻ്റെ ആണ്. അങ്ങനെയാണ് ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് നമുക്കെപ്പോഴും സാധിക്കുന്നത്. അങ്ങനെ ലോകരക്ഷകനെ നമ്മൾ സ്വീകരിച്ച് അവനോട് ചേർന്ന് ലോകത്തെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ രക്ഷയുടെ വളരെ ചെറിയ സഭയിലൂടെയുള്ള ഒരു പ്രതികരണമാണ് MCRD പോലെയുള്ള നമ്മുടെ മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും. അത്തരത്തിൽ നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥപൂർണമാകുന്നതിനും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധിയിലേക്ക് വളരുന്നതിനും മനുഷ്യത്വത്തിൻ്റെ അപാരമായ ഉയർച്ചയിലേക്ക് ഉണർന്ന് നമ്മൾ നീങ്ങുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സീസൺ വിണ്ണിൻ സംഗീതം സീസൺ 7 എല്ലാവരുടെയും നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും
നന്മ നിറഞ്ഞ സമാധാനത്തിൻ്റെ ഒരു പുതിയ സംവത്സരം 2026 ഞാൻ ആശംസിച്ചുകൊണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനത്തിൽ സന്മനസ്സുള്ളവരായി ഉയരങ്ങളിൽ ദൈവത്തെ വാഴ്ത്തി ജീവിക്കുന്നതിന് 2026 നമുക്ക് കൂടുതൽ സമർപ്പണ ബോധത്തോടുകൂടെ പ്രവർത്തിക്കുകയും സ്ഥാപനങ്ങൾ അത്തരത്തിലുള്ള ദൗത്യം നിർവഹിക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്യട്ടെ. താങ്ക് യു ആൻഡ് മേ ഗോഡ് ബ്ലെസ്.